അങ്ങനെ ദേ നമ്മൾ രാവിലെ തന്നെ എണീറ്റു കേട്ടോ. ഇന്നലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണല്ലോ കിടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല. സമയം ഒരു 7:30 8 ആവാനായിരുന്നു. ഞാൻ അത്രയും നേരം കഴിഞ്ഞിട്ട് എണീക്കാത്തത് കൊണ്ടിട്ട് ചേട്ടൻ വന്ന് പകുതി കർട്ടൻ തുറന്നിട്ടിട്ട് പോയതാണ്. വെളിച്ചം അടിച്ചിട്ടെങ്കിൽ ഞാൻ എണീക്കുകയാണെങ്കിൽ എണീക്കട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ ദേ ബാക്കിയുള്ളതെല്ലാം വിരിച്ചിട്ടു. ഇന്നലെ വന്നപ്പോൾ തന്നെ ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനും വിരിച്ചിടുകയൊക്കെ ചെയ്തുകൊണ്ട് നാപ്പണി ഒഴിഞ്ഞു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാഷിംഗ് മെഷീനിൽ ചെന്ന് നോക്കണം. ഓട്ടോമാറ്റിക് ഒന്നും അല്ലല്ലോ, സെമി ആണല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ സമയം പോവുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പണിയെടുത്ത് ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് മേലൊക്കെ നല്ല വേദനയുണ്ട്. കൂടുതൽ സമയം ഡ്രൈവിംഗ് തന്നെയാണല്ലോ. ഓരോ സ്ഥലത്തേക്കും ഇവിടുന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാറിൽ ഇരുന്നിരുന്ന് നടുവെള്ള എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ തുണിയെല്ലാം ഉണങ്ങിയത് മാത്രം മടക്കി വെക്കണം, ഇല്ലാത്തതെല്ലാം അവിടെ കിടക്കട്ടെ എന്ന് കരുതി. നമ്മൾ ഈ റൂമിൽ തന്നെ ഇടുന്നത് കൊണ്ടിട്ട് 2 ദിവസം വരെയൊക്കെ ഞാൻ ഡ്രസ്സ് അങ്ങനെ വെക്കാറുണ്ട്. കാര്യം നമുക്കിവിടെ ടെറസിലൊന്നും കൊണ്ട് അങ്ങനെ വിരിക്കാനോ ബാൽക്കണിയിൽ നമുക്ക് ഈ റാക്ക് കൊണ്ട് വെച്ചിട്ട് തുണി ഇടുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാക്കും. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഒത്തിരി കട്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ പുതപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്നതായിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലാവുമ്പോൾ ഇതൊന്നും നമ്മൾ അറിയില്ലല്ലോ. എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ പാവം അമ്മമാർ തന്നെ എല്ലാം ചെയ്യണ്ടേ. ഒറ്റയ്ക്കൊരു വീട്ടിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ പണിയും ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒരു മടുപ്പ് എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തുടയ്ക്കലിലേക്ക് കടന്നു കേട്ടോ. ഇന്നലെ വന്ന് ഡ്രസ്സൊക്കെ കുടഞ്ഞ് വിരിച്ചിടുന്നത് കൊണ്ടിട്ട് അതിൻ്റെ അടിയിലൊക്കെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസമായല്ലോ ക്ലീനൊക്കെ ചെയ്തിട്ട്. കാര്യം നമ്മൾ 3 ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു പരിപാടിയേ ഉണ്ടായിരുന്നില്ല. കിച്ചണിലാണെങ്കിലും നമ്മളങ്ങനെ കയറേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. കാര്യം നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് വീട്ടിൽ വന്ന് കയറുക. അതുകൊണ്ട് 3 നേരത്തെ ഫുഡ് 3 ദിവസം പുറത്തുനിന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ രാവിലത്തെ ഫുഡൊക്കെ ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് ക്ലീനിങ് വീഡിയോ കണ്ടിട്ട് ഫുഡൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു പോയത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങൾ ദോശയും ചട്നിയായിരുന്നു കഴിച്ചത്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള സവാള കാര്യങ്ങളൊക്കെ എനിക്ക് ചേട്ടൻ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്ന ഗ്യാപ്പിൽ. അപ്പോൾ പിന്നെ വന്ന് എനിക്ക് ആ മസാലയൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾക്ക് മട്ടൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കയ്യോടെ അതങ്ങ് വെച്ചു. കാര്യം ബക്രീദൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ അറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടിന് ഓപ്പോസിറ്റുള്ളൊരു ഒമാനി ഫാമിലി അറുത്തപ്പോൾ അവർക്കും കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് തന്നെ ഒത്തിരി ഉള്ളത് കൊണ്ടിട്ട് അവർ നമ്മൾക്ക് കൊണ്ട് തന്നു. നമ്മുടെ കൂടെ ട്രിപ്പ് പോയ തന്നെ ഫാമിലി തന്നെയാണ് കേട്ടോ അവരും. അങ്ങനെ ഞാൻ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, വളരെ കുറച്ച് മാത്രം. അതൊക്കെ കഴുകി വെച്ചു. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള സമാധാനമായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. കണ്ടിഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.